സുഹൃത്തുക്കളെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം ഫോട്ടോ ഫ്രെയിംസാ കേട്ടോ. ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഞാനിതെല്ലാം എടുത്ത ചിത്രങ്ങളാണ്. ഇത് എത്ര ചിത്രമുണ്ട്? 1, 2, 7, 8, 9. ഈ 9 എണ്ണമാണ് പൊട്ടിച്ച് പുറത്ത് വെച്ചേക്കുന്നത്. ഇതുപോലത്തെ 100 കണക്കിന് ചിത്രങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിപ്പോൾ ബബിൾസ് വെച്ചുള്ള പേപ്പർ വെച്ച് പൊതിഞ്ഞേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാത്തത്. ഞാനിത് പൊട്ടിച്ച് കാണിക്കാം. എല്ലാം ഓരോ പടങ്ങളാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഞാൻ ചിത്രങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഏകദേശം ഒരു 4 മണിക്കൂറോളം രാവിലെ സ്പെൻഡ് ചെയ്തേണ്ടേ ഈ ക്യാമറയിലുണ്ട് ചിത്രങ്ങളൊക്കെ. അമേസിംഗ് ആയിട്ടുള്ള കുറേ ചിത്രങ്ങളൂടെ രാവിലെ എടുത്തു. മിക്കപ്പോഴും ചിത്രം എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടോ, വലിയ ഫ്രെയിംസാണ് ഇതൊക്കെ കണ്ടോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ ഫ്രെയിംസാണ്. 24x36 സൈസാണിത്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് 20x30 ആണ് എൻ്റെ കയ്യിലുള്ളത്. അതിലും ചെറിയ സൈസുകളുണ്ട്, പല സൈസിലുള്ള ഫ്രെയിമുകളുണ്ട്. ഇതൊരു കുരങ്ങിൻ്റെ ചിത്രം. ഇത് അടിപൊളി ഒരു പടം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര പടമാണ്. ഞാനെടുത്ത പടമായതുകൊണ്ട് പറയല്ല, പല സ്ഥലങ്ങളിൽ ഈ പടം പോയിട്ടുണ്ട്. ഇത് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ഇപ്പം നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം ഇതിങ്ങനെ ഫുള്ള് ബബിൾസ് വെച്ച് പൊതിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു കേട്ടോ. ഇതൊരു കടുവയാണ്, അതെ കടുവ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം നിങ്ങളെ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കും. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പിടികിട്ടത്തില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യത്തെ ഫോട്ടോയുടെ കവർ ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ. നിങ്ങൾ മുൻപ് ഇത് ബബിൾസിനകത്ത് പൊതിഞ്ഞ് വെച്ച പോലാണോ ഇത് ഇനി തുറന്ന് കാണിക്കുമ്പോഴെന്ന് നിങ്ങൾ കണ്ടോണേ. ഇനി ഇതൊന്ന് കണ്ടു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ ബബിൾസിനകത്ത് വെച്ചേക്കുന്ന ആ ഒരു ഭംഗിയാണോ ഇപ്പോഴും നോക്കിയേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ഇത് ബബിൾസിനകത്ത് പൊതിഞ്ഞ് വെച്ചപ്പോൾ ഇത്രയും ഭംഗി നിങ്ങൾക്ക് ഫീൽ ചെയ്തായിരുന്നോ? ഇത് ഞാനെടുത്ത ഒരു ഫ്ലെമിംഗോയുടെ ചിത്രമാണ്. ഇതുപോലുള്ള ചിത്രങ്ങളാണ് ഇത് മുഴുവൻ. തമിഴ്നാട്ടിലുള്ള കൂന്തംകുളം എന്ന് പറയുന്നൊരു സ്ഥലത്തുനിന്ന് പകർത്തിയൊരു ചിത്രമാണിത് കേട്ടോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് ക്യാൻവാസിൽ പ്രിൻ്റ് എടുത്താണ് കേട്ടോ. ചിത്രങ്ങളൊക്കെ എടുത്തതിൻ്റെ വിശദമായൊരു കഥ പിന്നീടൊരു എപ്പിസോഡ് നിങ്ങളോട് പറയാം. ഇത് കണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത ചിത്രം പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് കണ്ടോ, എങ്ങനെയുണ്ട് ഈ ഫ്രെയിം. ഇത് നമ്മൾ ബബിൾസിനകത്ത് പൊതിഞ്ഞിരിക്കുമ്പോൾ ഇത്രയും ഒരു ഫീല് നിങ്ങൾക്ക് വരത്തില്ലെന്ന് എനിക്കറിയാം. അത് ഞാൻ നിങ്ങളെ പൊട്ടിച്ച് കാണിച്ചു. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഫ്രെയിമുകളാണ് ഇത് മുഴുവൻ. ഇതൊക്കെ ഓരോന്നോരോന്ന് അങ്ങോട്ട് പൊട്ടിക്കുമ്പോഴാണ് അതിൻ്റെ റിയലായിട്ടുള്ള ആ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ. അപ്പം ഞാൻ 2 ഫോട്ടോയെ പൊട്ടിച്ചുള്ളൂ. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇതെൻ്റെ ഒരു ഫേവററ്റ് പടമാണ് കേട്ടോ. ഈ ഒരു ചിത്രം എടുത്തതിന് കഥകളൊക്കെ ഉണ്ട്, ഞാനതിന് പിന്നീട് നിങ്ങളോട് വിശദമായിട്ട് പറയാം. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ല ഇതിൻ്റെ 100 കണക്കിന് പ്രിൻ്റുകൾ ഞാൻ അടിച്ചു വയ്ക്കാറുണ്ടെന്ന്. ഈ ചിത്രങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡായിട്ട് ഞാനിത് പ്രിൻ്റ് ചെയ്യാറുള്ളൂ, കാരണം എൻ്റെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഓരോ സമയത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് ഞാൻ പ്രിൻ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ ഈ ചിത്രം 2-3 തവണ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. ഞാനിത് സോഷ്യൽ മീഡിയയിൽ മുൻപ് ഞാൻ ഈ പടം പോസ്റ്റ് ചെയ്തപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ച ഒരു പടമാണ്. മറ്റൊന്നുമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്. ഇത് കണ്ടോ, അമ്മക്കുരങ്ങ്, 2 കുട്ടിക്കുരങ്ങന്മാർ, ഇതിൻ്റെ അച്ഛനാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇവർ 3 കൂടെ ഒന്നിച്ച് നോക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, അച്ഛനിങ്ങനെ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കണ്ടോ. ഇതൊരു ഫാമിലി ഫോട്ടോ ആണ്. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഓരോ ചിത്രങ്ങളും ഓരോ ചിത്രങ്ങളാണ് കേട്ടോ. ഇതൊരു മലയണ്ണാന. ഇത് ഞാൻ തടോവ നാഷണൽ പാർക്കിൽ നിന്ന് പകർത്തിയ ഒരു കടുവയുടെ ചിത്രമാണ്. ഇതും ഒരു അടിപൊളി ഫ്രെയിമാണ് കേട്ടോ. ഇതിലും വലിയ ഫ്രെയിമുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത ഫോട്ടോയും പൊട്ടിച്ചിരിക്കുകയാണ്, ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത ചിത്രം. എങ്ങനെയുണ്ട്, നിങ്ങൾ തന്നെ പറയാം, എങ്ങനെയുണ്ട്. ഈ ബബിൾസ് വെച്ച് പൊതിഞ്ഞ് വെച്ച പോലാണോ ഇപ്പോൾ ഇരിക്കുന്നത്. നോക്ക്, എങ്ങനെയുണ്ട്. ഈ ബബിൾസിനകത്ത് ഞാൻ നിങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ലെന്ന്. പക്ഷേ ഇപ്പോൾ റിയലായിട്ട് ഈ ചിത്രം എങ്ങനെയുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ച ഒരു പടമാണിത് കേട്ടോ. ഇത് ഞാൻ നാഗർഹോള ടൈഗർ റിസർവിൽ നിന്ന് എടുത്തിയൊരു ചിത്രമാണ്. ഈ ചിത്രത്തിലൊക്കെ ഒരു കഥയുണ്ട്. ഈ കഥയൊക്കെ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് അടിപൊളി പടമില്ലേ, കിടുവില്ലേ. കേട്ടോ,
നമ്മൾ അടുത്ത പടം ഓപ്പൺ ചെയ്യാൻ പോവാണ്. മയിലിൻ്റെ പടം എങ്ങനെയുണ്ട്? മയിലിൻ്റെ പടം എങ്ങനെയുണ്ട്? ഇത് ഞാൻ കർണാടകയിൽ നിന്ന് എടുത്ത പടമാണ് കേട്ടോ. സൂപ്പറല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത പടം അങ്ങോട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് മലമുഴക്കി വേഴാമ്പലിൻ്റെ പടമാണ്. എങ്ങനെയുണ്ട്? വേണ്ട, മലമുഴക്കി വേഴാമ്പൽ. ഇത് ഞാൻ യാദൃശ്യ ഒരു ചിത്രം എടുക്കാൻ ഇങ്ങനെ കാട്ടിക്കൂടെ ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയത്. പെട്ടെന്ന് ഇതിൻ്റെ ചിറകടിക്കുന്ന ഒരു ശബ്ദം കേട്ടു കേട്ടോ. ചിറകടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നോക്കിയപ്പോൾ ഒരു വേഴാമ്പലം അവിടെ ഇരിക്കുന്നു. പിന്നെ ഞാൻ അവിടെ കുറേ നേരം കാത്തിരുന്ന് അതുപോലും അറിയാതെടുത്ത ചിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഖത്തേക്ക്, അതായത് ഈ ഇലക്കിടയിലിരിക്കുക, മരത്തിൻ്റെ ഇലക്കിടയിലിരിക്കുക. ഇത് ആൽമരമാണെന്ന് തോന്നുന്നു. ആലിൻ്റെ കാ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് മരത്തിനിടയ്ക്ക് ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ മുഖത്തോട്ട് മാത്രം ഇങ്ങനെ വെയിലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിത്രമാണ് എടുത്തേക്കുന്നത്. തല ഇങ്ങനെ പൊക്കി നിൽക്കുന്നത്, എൻ്റെ മുഖത്ത് മാത്രം വെയിലടിക്കുന്നത്. എൻ്റെ ഈ ഒരു പാർട്ടി മാത്രമാണ് വെയിലടിക്കുന്നത്. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ പടമല്ലേ? കിടിലൻ പടമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഓരോ പടങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. ഓരോ പടങ്ങൾ ഈ വേഴാമ്പലിൻ്റെ എത്ര ടൈപ്പ് പടങ്ങളുണ്ടെന്നറിയാം. അതിൽ ഒരു പടമാണിത്. അപ്പോൾ ഇതെല്ലാം ഓരോ ഫ്രെയിംസാണ്. ഇനി ഞാൻ നിങ്ങളെ ഈ വലിയ ഫ്രെയിംസ് ഒന്നും ഇപ്പോൾ തൽക്കാലം പൊട്ടിച്ച് കാണിക്കുന്നില്ല. ഇനി 1-2 ചെറിയ ഫ്രെയിംസ് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് ചെറിയ ഫ്രെയിംസാണ്. ഇത് കണ്ടോ? ഇത് 12/18 ആണ് സൈസ്. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് 12/18 ആണ് സൈസ്. ഇത് കണ്ടോ? ഒരുപാട് പടങ്ങളുണ്ട് കേട്ടോ. ഞാനീ ഒരുപാട് ചിത്രങ്ങൾ എടുത്തേക്കുന്നതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട കുറേ ചിത്രങ്ങൾ ഞാൻ പ്രിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് വലിയ ഫ്രെയിമാണ്, ഇത്രയും വലിയ ഫ്രെയിമാണ്. അതിനെ അപേക്ഷിച്ച് ഇത് ചെറിയ ഫ്രെയിമാണ്. അതുപോലെ വേറൊരു ടൈപ്പ് ഫ്രെയിമുണ്ട്, അതായത് സ്ട്രെച്ച് ഫ്രെയിം. സ്ട്രെച്ച് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൈഡിൽ ഇങ്ങനെ ഫ്രെയിം അല്ലേ, ഇതിന് സൈഡിൽ ഫ്രെയിം ഇല്ലാത്ത സ്ട്രെച്ച് ഫ്രെയിം എന്ന് പറയും. ഇതെങ്ങനെയുണ്ട്? അതുപോലെ വേറൊരു പടം കാണിച്ചു തരാം. വേണ്ട, ഇതെല്ലാം ഞാനെടുത്ത ചിത്രങ്ങളാണ്. ഇതൊക്കെ ഓരോ സ്ഥലത്ത് പോയെടുത്ത ചിത്രങ്ങളാണ്. ചിത്രം എടുത്തത് ഞാൻ മധ്യപ്രദേശിൽ നിന്നാണ്. ഇത് സൗദി അറേബ്യയിൽ നിന്ന് എടുത്ത പടം കേട്ടോ. ഇതിനെല്ലാം കഥകളുണ്ട് കേട്ടോ, ഓരോ കഥകളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെ വിശദമായിട്ട് നിങ്ങളോട് ഞാൻ പറയാം. ഇത് ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് എടുത്താൽ. വേറെ ഞാൻ കാണിച്ചു തരാം. ഇതും ഈ പടവും ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് എടുത്തതാണ്. പല സ്ഥലത്ത് പല സമയത്ത് പോയെടുത്ത ചിത്രങ്ങളാണ് ഇതൊക്കെ. ഇപ്പോഴത്തെ വീട്ടിൽ നിങ്ങൾക്ക് വയ്ക്കാം, പിന്നെ സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം, കല്യാണങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം, പിന്നെ എന്താ പറയുന്നത്, ഹോട്ടല്, റിസോർട്ട്, അങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചിത്രങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ചിത്രങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ കൗശിക് വിജയൻ ഫോട്ടോഗ്രാഫി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എൻ്റെ ചിത്രങ്ങൾ കാണാൻ പറ്റും. അതിനകത്ത് ചിത്രങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. കാരണം ഈ ചിത്രങ്ങളെല്ലാം എടുത്ത് ഒരുപാട് ഹാർഡ് ഡിസ്കിലൊക്കെ എവിടെയൊക്കെയോ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, ഇപ്പം നമ്മൾ ഇറക്കിയിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾ ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ പ്രിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി.